നമസ്കാരം, ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ സർപ്രൈസിംഗ് ആയ കുറച്ച് ന്യൂസുകളൊക്കെ വന്നു. സോ ഫസ്റ്റ് തന്നെ ഈ ഡാർവിൻ നൂനസ് ടു ആർസണൽ റൂമറിനെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. ചില മീഡിയാസൊക്കെ കുറേ ആർസണൽ ഫാൻ പേജിലും കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റിലയബിൾ അല്ലാത്ത സോഴ്സുകളിൽ നിന്നൊക്കെ ഈ ന്യൂസ് ഇങ്ങനെ പരക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ വന്നിട്ട് റിലയബിൾ ആയ സോഴ്സുകളെല്ലാം കൺഫേം ചെയ്തിരിക്കുകയാണ്. ട്രസ്റ്റബിൾ സോഴ്സസിൽ നിന്ന് എല്ലാ ന്യൂസ് വന്നിരിക്കുകയാണ്. ഡാർവിൻ ന്യൂനസ് ഡീലിൽ ആർസണൽ വർക്ക് ചെയ്യുന്നില്ല, അത് ഫേക്ക് റൂമറാണ്. ആർസണൽ ഡാർവിൻ ന്യൂനസ് അപ്രോച്ച് ചെയ്യുകയോ കൺസിഡർ ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ആൻഡ് ഡസൻ മേക്ക് സെൻസ്. ഇപ്പോൾ ആർസണൽ നോക്കുന്ന ഒരു ടൈപ്പ് ഓഫ്, ഇപ്പോൾ ആർസണലിന് വേണ്ട ഒരു CF ആണോ ഡാർവിൻ ന്യൂനസ് എന്ന് ചോദിച്ചാൽ അല്ല. അവർക്ക് വേണ്ട കുറച്ചുകൂടെ മേ ബി ഒരു പ്രൊളിഫിക് ആയ, മേ ബി കുറച്ചുകൂടി ഒരു പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് CF ആയിരിക്കാം. ഡസൻ മേക്ക് സെൻസ്. ഇപ്പോൾ ആർസണൽ ഒരു CF വർക്ക് ചെയ്യുന്നുള്ളൊരു കാര്യവും കേൾക്കുന്നില്ല. സോ ഫേക്ക് ന്യൂസ് ആണ്, അത് സർക്കുലേറ്റ് ചെയ്യുന്നത് ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത് കൺഫേം ആക്കിയിട്ടുണ്ട്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകണേ. ബാർസ റിലേറ്റഡ് ആയിട്ടുള്ള 2 അപ്ഡേറ്റ് ആണ്. മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ള സ്റ്റെഫാൻ ബജറ്റിക്കിനെ കുറിച്ചാണ്. നമുക്കൊരു 22 വയസ്സാനായ ഈ സ്പാനിഷ് മിഡ്ഫീൽഡർ ലിവർപൂളിന്റെ മേ ബി ഒരു ഭാവി പ്രതീക്ഷയാണ്. ഇപ്പോൾ ക്ലോപ്പിന്റെ അണ്ടർ ചില മാച്ചുകളിലൊക്കെ ഇറങ്ങിയതിന് ശേഷം നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്ലെയർ ആയിരുന്നു. പക്ഷേ ഇഞ്ചറി കാരണം ഫുൾ സീസൺ, ലാസ്റ്റ് സീസണൊക്കെ മിക്കതും പോയ ഒരു പ്ലെയറാണ്. കൂടാതെ കണ്ടിന്യൂസ് ഇഞ്ചറി ഇടയ്ക്ക് ലാസ്റ്റ് സീസണൊക്കെ വന്നൊരു പ്ലെയറാണ്. സോ അതിനകത്ത് തന്നെ ആൾക്ക് ഈ വർഷമാണെങ്കിലും ഇപ്പം ഗ്രാവംബർഗിനെയും എൻഡോയും ഉള്ളതിനകത്ത് തന്നെ മേ ബി ലിവർപൂൾ മിനിറ്റ്സ് ഗ്യാരണ്ടീഡ് അല്ല. സോ സാൾസ്ബർഗിലോട്ട് ഒരു 4 മില്യൺ യൂറോസിന്റെ വിത്ത് നോ ഓപ്ഷൻ ടു ബൈ സ്ട്രേറ്റ് 4 മില്യൺ യൂറോസിന്റെ ഒരു ലോൺ ഡീലിന് നീങ്ങാൻ പോവുകയാണെന്നുള്ള വാർത്തകൾ കേട്ടിരുന്നു. സോ ഇന്നലെ രാവിലെ ഫാബൊക്കെ റിപ്പോർട്ട് ചെയ്തു. പേപ്പർ വർക്കുകളൊക്കെ ഫൈനൽ സ്റ്റേജിലാണ്, എല്ലാം കംപ്ലീറ്റ് ചെയ്യും. മിക്കവാറും ഇന്നലെ വൈകിട്ടത്തേക്ക് കാര്യങ്ങൾ ഒഫീഷ്യൽ ആവുന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്നലെ രാത്രിയിൽ പെട്ടെന്ന് ബാർസലോണ ഈ ഡീൽ ഹൈജാക്ക് ചെയ്യാനായിട്ട് ഈ സെയിം 4 മില്യൺ യൂറോസ് ഫബ്രീസിയോ പറയുന്നത് നോ ഓപ്ഷൻ ടു ബൈ 4 മില്യൺ യൂറോസിന്റെ ഒരു സ്ട്രേറ്റ് ലോൺ ഓപ്ഷന് ബാർസലോണ സമീപിച്ചു എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. സോ അതിനകത്ത് തന്നെ ഈ സാൾസ്ബർഗ് ഡീൽ ഇപ്പം കംപ്ലീറ്റ് ആവാനായിട്ട് ഇന്നലെ നൈറ്റോ ഇന്ന് രാവിലെയും കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷേ കേൾക്കുന്ന വാർത്ത ഇന്ന് രാവിലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഓൺസ്റ്റീൻ്റെ മറ്റോ ഒക്കെ വാർത്തയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലിവർപൂൾ അക്സെപ്റ്റ് ചെയ്തു. ലിവർപൂൾ ഈ സാൾസ്ബർഗിന്റെ ഡീലാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഓൺ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ബജറ്റിക് ആണെന്നാണ് കേൾക്കുന്നത്. സോ ബജറ്റിക്കിന്റെ ഫാദർ ഇന്നലെ വന്ന് പറഞ്ഞു ബാർസലോണ അവസാന നിമിഷം വരുമെന്ന് ഓർത്തില്ല, റിയലി സർപ്രൈസ്ഡ് ആണ്. എനിക്ക് എൻ്റെ മകൻ ബാർസലോണ ലിവർപൂൾ പോലത്തെ ബിഗ് ക്ലബ്ബുകളിൽ കളിക്കുന്ന കാണാനാണ് ആഗ്രഹം എന്ന് ആൾ സൂചിപ്പിച്ചു. സോ ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും സാൾസ്ബർഗിലോട്ട് വിടുന്നത് തന്നെയായിരിക്കും സേഫർ ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം ഒന്ന്, ബാർസലോണയെക്കാളും മേ ബി കുറച്ചുകൂടെ ഗ്യാരണ്ടീഡ് ഗെയിം ടൈം അവിടെ കിട്ടുമായിരിക്കാം. സോ പ്ലെയറിന് ബാർസലോണ എന്തുമാത്രം ഗ്യാരണ്ടീഡ് ഗെയിം ടൈം ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബട്ട് ഈവൻ ഇഫ് ഒരു ഗ്യാരണ്ടീഡ് ഗെയിം ടൈം ഓപ്പൺ ചെയ്താലും ബാർസലോണയെക്കാളും സേഫ് സാൾസ്ബർഗ് ആണ്. കാരണം പ്ലെയറിന്റെ മനസ്സ് മാറാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഉദാഹരണം പറയാനായിട്ട് ബാർസലോണ വന്നു, ബാർസലോണയിൽ ആൾ ക്ലിക്കായി, റെഗുലർ മിനിറ്റ്സ് കിട്ടി. ഒന്ന് സ്പാനിഷ് ഇന്റർനാഷണൽ ആണ്, സോ ഹോം കൺട്രി അഡ്വാൻറ്റേജ് ആണ്. ബാർസ എന്ന് പറയുന്ന ഒരു ബിഗ് ക്ലബ്ബ് എല്ലാം കൂടെ ആകുമ്പം മേ ബി പ്ലെയർ അടുത്ത വർഷം എനിക്ക് ബാർസയിൽ തന്നെ നിന്നാൽ മതി, എനിക്ക് ബാർസയിൽ ഒരു പെർമനന്റ് മൂവ് വേണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയും മേ ബി അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് എത്താൻ സാധ്യതയുണ്ട്. അതേസമയം സാൾസ്ബർഗ് ആണെങ്കിൽ നമുക്കറിയാം ലിവർപൂൾ ബാർസ ലെവലുള്ള ഒരു ക്ലബ്ബല്ല. സോ അതിനകത്ത് തന്നെ അവിടെ ചെന്ന് ഗ്യാരണ്ടീഡ് സക്സസ് ആയ തിരിച്ച് ലിവർപൂളിൽ ചെന്ന് ആ ഒരു സ്റ്റാർട്ടിംഗ് മിനിറ്റ്സ് കിട്ടുക, ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി മത്സരിക്കുക, അതൊക്കെ ആയിരിക്കും ആളുടെയും. സോ ബാർസലോണയിൽ വിടുന്നത് സത്യം പറഞ്ഞാൽ ലിവർപൂളിന് ചെറിയൊരു തലവേനയാണ്. കാരണം പ്ലെയറിന്റെ മൈൻഡ് മാറാൻ സാധ്യതയുണ്ട് അവിടെ കളിക്കുമ്പോൾ. അതിനകത്ത് തന്നെ ലിവർപൂൾ പുഷ് ചെയ്യുക സാൾസ്ബർഗ് ഡീലായിരിക്കും. പക്ഷേ ബജറ്റിക്ക് ഇതുവരെ ഗ്രീൻ ലൈറ്റ് എല്ലാം കൊടുത്തതാണ് സാൾസ്ബർഗ് മൂവിന്. പക്ഷേ ഈ ബാർസ ഓഫർ വന്നതിനാൽ തന്നെ ഓൺ ഹോൾഡാണ്, അവർ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാർസലോണ മൈറ്റ് പുൾ ഓഫ് ദിസ് ഡീൽ. പക്ഷെ അതിന് ബജറ്റിക്ക് വിചാരിക്കണം. ലിവർപൂളിന് താല്പര്യം സാൾസ്ബർഗ് തന്നെയാണ്. പിന്നെ റെലേവോ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ബൈ മാത്രമല്ല, ബാർസലോണ ഒരു ഓപ്ഷൻ ടു ബൈ ഫോർ 30 മില്യനും 20% ഫ്യൂച്ചർ സെൽ ഓൺ ക്ലോസും ഉൾപ്പെടെയുള്ള ഒരു ഡീലാണ് ബാർസലോണ പ്രപ്പോസ് ചെയ്തിരിക്കുന്നതെന്നാണ് റെലേവോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയത്ത് ഫാബ് ആദ്യമേ റിപ്പോർട്ട് ചെയ്തത് ഓപ്ഷൻ ടു ബൈ ഒന്നുമില്ല, സ്ട്രെയിറ്റ് 4 മില്യൺ ഡീൽ മാത്രം എന്നുള്ള കാര്യമാണ്. പക്ഷേ റെലേവോ എന്നിട്ട് പറയുന്നത് 30 മില്യൺ റിലീസ് ഓപ്ഷൻ ടു ബൈയും 20% ഫ്യൂച്ചർ സെൽ ഓൺ ക്ലോസും. എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ലിവർപൂൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു 30 മില്യൺ ഒന്നും. സോ മേ ബി ഒരു സ്ട്രെയിറ്റ് 4 മില്യൺ ലോൺ ഡീൽ ലക്ക് ഉണ്ടെങ്കിൽ കിട്ടിയാലായി. ഐ തിങ്ക് ബാർക്ക് ബെർണാൽ ഈ ഒരു സീസൺ ഫുൾ മിസ്സാവും. അതിന് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് നമ്മൾ ബജറ്റിക്കിന്റെ ലാസ്റ്റ് മൊമെന്റ് നോക്കുന്നത്. സോ ഹാൻസിപ്പിൾക്ക് ഗ്രീൻ ലൈറ്റ് കൊടുത്തു. ഡെക്കോ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ്. സോ നമുക്ക് നോക്കാം. എന്തായാലും ഈ ഡീൽ നടക്കുവാണെങ്കിൽ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്. നടക്കുവാണെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും എന്നാണ് പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്നത്.
സോ അവിടുന്ന് നമ്മൾ അടുത്ത ബാർസ അപ്ഡേറ്റിലോട്ട് പോകാനാണ് ഈ ജോനാഥൻ താ ലിങ്ക്സ് വളരെ സ്ട്രോങ് ആവുകയാണ്. ഞാൻ ആദ്യം ഓർത്തത് ഇത് മേ ബി അവരുടെ ഏജന്റ് കളിക്കുന്ന ഒരു കളിയാകാം, എങ്ങനെയും ബാർസലോണയായിട്ട് ലിങ്ക് ചെയ്ത് വേറെ ഏതെങ്കിലും ക്ലബ്ബിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരുത്താനായിട്ട്. ബട്ട് ഇപ്പം പ്ലെറ്റംബർഗ് ആണെങ്കിലും കൂടാതെ മറ്റു പല സോഴ്സസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ബാർസലോണ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്നാണ് കേൾക്കുന്ന. മറ്റൊരു റൂമർ മുണ്ടോ ഡിപ്പോർട്ടീവോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ബാർസ 20 മില്യൺ യൂറോസിൻ്റെ ഒരു ബിഡ് തന്നെ പ്രപ്പോസൽ തന്നെ റെഡിയാക്കി വിടാൻ പോവാണെന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. വിട്ടു എന്ന് പറയുന്നതുകൊണ്ട് അവർ 30 മില്യൻ്റെ ഒരു ടോട്ടൽ പാക്കേജ് ആഡോൺസ് ഉൾപ്പെടെയാണ് ഡിമാൻഡ് ചെയ്തത് ലെവർകൂസൻ എന്ന് കേൾക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് വൈ നമ്മളിപ്പം ശരിയാണ് മിക്കാൽ ഫാനെയൊക്കെ വിറ്റു, മിക്കാൽ ഫാനെയൊക്കെ മേ ബി പ്രോഫിറ്റൊക്കെ ജനറേറ്റ് ചെയ്തതാണ് ആ സെയിൽ ശരിയായിരിക്കാം. പക്ഷേ അങ്ങനത്തെയൊക്കെ പ്രൊഫൈലുകളെ കൊടുത്തിട്ട് നമ്മൾ ജോനാഥൻ തായിലോട്ട് വന്നു. ഹാൻസി ഫ്ലിക്കിന് ജോനാഥൻ താനെ വേണമെന്നാണ് കേൾക്കുന്ന റൂമറുകൾ, റിപ്പോർട്ടുകൾ. പുള്ളിയുടെ ഡിമാൻഡാണെന്ന് കേൾക്കുന്നു. ഐ ഡോണ്ട് നോ. ബട്ട് 28 വയസ്സുകാരനായ ഈ പ്ലെയറിൽ ഒരു 25 മില്യൺ എന്തായാലും അവർ വാങ്ങിക്കും. നമ്മൾ എങ്ങനെയും ഫൈനാൻഷ്യലി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നാലും ആളുടെ സാലറിയും അത്യാവശ്യം നല്ലപോലെ കാണും. 20-25 മില്യൺ ഇറക്കുകയും വേണം. സോ സെൻറ്റർ ബാക്ക് കേസ് നമുക്ക് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. എറിക് ഗാർഷ്യയ്ക്ക് ഇപ്പോൾ ഇഞ്ചുറി വന്നു, ലെങ്ലെറ്റ് പോയി, ഫയ പോയി. പക്ഷേ ക്രിസ്ത്യൻസൺ വിൽ ബി കമ്മിങ് ബാക്ക് സൂൺ. അറോഹോ നെക്സ്റ്റ് ഇയറേ വരത്തുള്ളൂ. പക്ഷേ എന്നാൽ അറോഹോ ഉണ്ട്, ഇപ്പം കുബാർസി ഉണ്ട് അവിടെ. എറിക് ഗാർഷ്യ സീരിയസ് ഇഞ്ചുറി അല്ലെന്നാണ് കേട്ടത്. സോ ഐ ഡോണ്ട് നോ വൈ ബാർസലോണ സീരിയസ്ലി പുഷിങ്. അങ്ങനെയാണെങ്കിൽ ആ മിഡ്ഫീൽഡറിൽ ഒരു പൈസ ഇറക്കിക്കൂടെ ബാർസലോണയ്ക്ക്? ഈ 20-25 മില്യൺ ഒരു മിഡ്ഫീൽഡിൽ ഇറക്കിക്കൂടെ? സോ ഞാൻ അടുത്ത അപ്ഡേറ്റോടെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയാം. മറ്റൊന്നുമല്ല, ആൻഡ്രേ ട്രിൻഡ്രാഡെ ഡാക്കോസ്റ്റ, നമ്മുടെ ഫ്ലുമിനീസിയുടെ ബ്രസീലിയൻ മിഡ്ഫീൽഡർ, ആൾ വൂൾസിലോട്ട് ഒരു 22 മില്യൺ യൂറോസ് ഫിക്സർ പ്ലസ് 3-4 മില്യൺ ആഡോൺസ്, 5 മില്യൺ താഴെ ആഡോൺസ്, ഒരു 25-26 മില്യൺ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജിന് വരുവാണ്. സോ ബാർസലോണയ്ക്ക് എന്തുകൊണ്ട് ആ ഒരു ഡീലിലോട്ട് നോക്കിക്കൂടെ? ബാർസലോണ മേ ബി ഇങ്ങനെ ഒരു 20-25 മില്യൺ ഒരു പ്രോപ്പർ നല്ല കുഴപ്പമില്ലാത്തൊരു DMF മേ ബി ഒരു റിസ്ക് എടുത്തുകൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. മേ ബി ബജറ്റിക് ഡീൽ പുൾ ഓഫ് ചെയ്യണം. ഐ വിൽ ബി റിയലി ഹാപ്പി. ഐ വിൽ ടേക്ക് ബജറ്റിക് ഓവർ ആൻഡ്രേ 100%. പക്ഷേ ഞാൻ പറയുകയാണ്, ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഡീലിലോട്ടോ ഒരു മിഡ്ഫീൽഡറിലോട്ടോ മറ്റോ ഒക്കെ നോക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ജോനാഥൻ താ 28 വയസ്സാണ്, CB. മേ ബി ഡിഫെൻസീവ്ലി ആൾ സൂപ്പറാണെന്ന് ചോദിച്ചാൽ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ അധികം റേറ്റ് ചെയ്യാത്തൊരു CB ആണ് ജോനാഥൻ താ. കുഴപ്പമില്ലാത്തൊരു CB ആണ്. പക്ഷേ വി ഹാവ് ഐ വിൽ ടേക്ക് ക്രിസ്ത്യൻസൺ ഓവർ ജോനാഥൻ താ ഫോർ മീ ഓൾ ഡേ ലോങ്. ഫോർ മീ ക്രിസ്ത്യൻസൺ ഓവർ ജോനാഥൻ താ. ക്രിസ്ത്യൻസൺ ആണോ ജോനാഥൻ താ ആണോ ബെറ്റർ CB എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്രിസ്ത്യൻസൺ ഓൾ ഡേ. സോ ഐ ഡോണ്ട് നോ വൈ വി ആർ സീരിയസ്ലി ഇൻട്രസ്റ്റഡ്. കോച്ചിൻ്റെ കോളാണ്, ഫ്ലിക്കിൻ്റെ ഡിസിഷനാണെന്നാണ് കേൾക്കുന്ന എല്ലാ വാർത്തകളും. ഓക്കെ, സോ അവിടെ നമ്മൾ ഈ പറഞ്ഞ ആൻഡ്രേ ട്രിൻഡ്രാഡെ ടു വൂൾസ് കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് വൂൾസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ബ്രസീലിൽ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇന്ന് ഫൈനലൈസ് ആവുമെന്നാണ് കേൾക്കുന്നത്. സോ 25 മില്യൻ്റെ ഒരു ടോട്ടൽ പാക്കേജിനാണ് കൊണ്ടിരുന്നത് ഫോർ യൂറോസിൻ്റെ, 21 മില്യൺ പൗണ്ട് എങ്ങാണ്ട്. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് ഡീൽ. എന്തായാലും പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. പല ടീംസ് നോക്കിയിട്ട് അവസാനം വേണ്ടെന്ന് പറഞ്ഞു ഇപ്പം വൂൾസ് ആ ഡീല് പുൾ ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഐ തിങ്ക് ഫോർ ദാറ്റ് പ്രൈസ് റിസ്ക് എടുക്കാവുന്ന ഒരു സൈനിങ് തന്നെയാണ്. സോ അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണെങ്കിൽ കിയേസ അപ്ഡേറ്റ് ആണ്. മറ്റൊന്നുമല്ല, കിയേസ ടു ലിവർപൂൾ ഹിയർ വി ഗോ ഒഫീഷ്യലായിട്ടുണ്ട്. 13 മില്യൺ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജിനായിരിക്കും കിയേസ വരിക. 4 ഇയർ കോൺട്രാക്റ്റ് ആണ് ആള് ലിവർപൂളിൽ സൈൻ ചെയ്യുക. കുറേ പേര് ചോദിക്കുന്നതാണ് എന്തിന് ഈ ഒരു സൈനിങ്? അറ്റാക്കേഴ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു സ്ക്വാഡ് ഡെപ്ത് ആഡ് ചെയ്യുക. പിന്നെ ഇറ്റ്സ് ടു ഗുഡ് ഓഫ് എ ഡീൽ ടു സേ നോ എന്ന് പറയാം. കാരണം 13 മില്യന് കിയേസ കിട്ടും, അതും ലോ സാലറിയിൽ. ടേക്ക് ഇറ്റ്. എനിക്ക് തോന്നുന്നത് മേ ബി കിയേസ വന്നു ഒന്ന് സക്സസ് ആയി. കിയേസ ലെഫ്റ്റിലും കളിക്കാൻ പറ്റും, റൈറ്റിലും കളിക്കാൻ പറ്റും. സാലയുടെ കോൺട്രാക്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. സാലയുടെ സാലറി ഡിമാൻഡ്സ് ഹ്യൂജ് ആണ്. FSG നമുക്കറിയാം, FSG അടിപൊളി ഓണേഴ്സാണ്, എല്ലാം ആണ്. ബട്ട് അവർക്ക് അവരുടേതായ പോളിസീസ് ഉണ്ട്. ജനറേറ്റിംഗ് റവന്യൂ ഈസ് എ ഹ്യൂജ് തിങ് ഫോർ ദം. സോ അവരെനിക്ക് തോന്നുന്നില്ല ഒന്നും കാണാതെ കിയേസയെ സൈൻ ചെയ്യുന്നു. മേ ബി എന്തെങ്കിലും കാരണവശാൽ സാലയുടെ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ കിയേസ വല്ല സക്സസ് ആയ നമുക്കൊരു റീപ്ലേസ്മെൻ്റ് ആയി ചീപ്പറായിട്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആൾ ക്ലിക്കായി നോക്കും. സോ പോൾ ജോയ്സ് ലിവർപൂളിൻ്റെ അത്ലറ്റിക്കിൻ്റെ കറസ്പോണ്ടന്റ് ക്ലിയർലി പറഞ്ഞാണ് 60 മില്യൺ യൂറോസിന് മുകളിലുള്ള ഓഫേഴ്സ് ലിവർപൂൾ കൺസിഡർ ചെയ്യും ഫോർ ലൂയിസ് ഡിയാസ്. സോ ലൂയിസ് ഡിയാസ് എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ കിയേസ സക്സസ് ആയി, നെക്സ്റ്റ് ഇയർ ലൂയിസ് ഡിയാസിന് ഒരു ഓഫർ വരുവാണ്. ലൂയിസ് ഡിയാസിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ക്ലബ്ബുകൾക്ക് 100% ഇൻട്രസ്റ്റ്. എന്തെങ്കിലും കാരണവശാൽ ഓപ്പൺ ആയാൽ ലൂയിസ് ഡിയാസിനെ അവർക്ക് വിൽക്കാൻ സാധിക്കും, നല്ലൊരു പ്രോഫിറ്റിന് വിൽക്കാനായിട്ട് സാധിക്കും. ലൂയിസ് ഡിയാസ് മേ ബി ഒരു 70 മില്യൺ യൂറോസിനടുത്ത് വിൽക്കാനായിട്ട് സാധിക്കും. ആൻഡ് കിയേസനെ നിങ്ങൾ 13 മില്യൺ യൂറോസിന് വാങ്ങിച്ച് അവിടെ സക്സസ് ആയാൽ ഫാൻസിൻ്റെ ഒരു ബാഷിങ്ങും കുറേ കൂടാതെ ഒരു റീപ്ലേസ്മെൻ്റ് ആയി. ലൂയിസ് ഡിയാസിന് ഒരു ഏജ് പ്രൊഫൈൽ നോക്കാനായിട്ടാണ് കുഴപ്പമില്ലാത്ത ഒരു റീപ്ലേസ്മെൻ്റ് ആയി. സോ കിയേസ എന്തെങ്കിലും കാരണവശാൽ വന്ന് സക്സസ് ആയ ലെഫ്റ്റിലും കളിക്കാം റൈറ്റിലും കളിക്കാം. സാലയുടെ സിറ്റുവേഷനും ലൂയിസ് ഡിയാസിൻ്റെ സിറ്റുവേഷനും നമ്മൾ നോക്കണം.
അതുപോലെ തന്നെയാണ് എന്തെങ്കിലും കാരണവശാൽ ഫ്ലോപ്പ് ആയാലും 13 മില്യൺ ആണ് മൊത്തം പാക്കേജ് ആഡോൺസ് ഉൾപ്പെടെ. സോ എന്തായാലും ആ സെയിം പ്രൈസിന് വല്ലോ മറിച്ച് വിൽക്കാനായിട്ടും സാധിക്കും. സോ അധികം തലവേദന ഉള്ള കാര്യമല്ല. KSF ഫിറ്റായിട്ട് നിന്ന് ഔട്ട്പുട്ട് തരും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. ഫിറ്റായിട്ട് നിൽക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ ബാഡ് ഡീൽ. എന്തായാലും നമുക്ക് നോക്കാം എന്താവുമെന്ന്. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം ഈ ഡീൽസിനെ കുറിച്ചും മറ്റുമൊക്കെ ഉള്ള. ബാർസലോണ ബജറ്റിക് ഡീൽ പുൾ ഓഫ് ചെയ്യുമോ? ഐ തിങ്ക് സാൾസ്ബർഗ് ആണ് ഇപ്പോൾ ഫേവറേറ്റ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും സാൾസ്ബർഗ് ആണ്. ബട്ട് നമുക്ക് ബാർസലോണയ്ക്ക് ഒരു ചെറിയ ഹോപ്പ് ഉണ്ട്. മെയിൻലി ബിക്കോസ് പ്ലെയറിൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സോഴ്സുകൾക്ക് ആളെ ബാർസലോണോട്ട് വിടാനാണ് താല്പര്യമെന്ന് നമുക്ക് കമൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബട്ട് പാടായിരിക്കും. ഒന്ന് ബാർസലോണയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റണം, അതാണ് മറ്റൊരു കാര്യം. ഇപ്പം ലോൺ ആണെങ്കിലും ആ സാലറി രജിസ്റ്റർ ചെയ്യാനായിട്ട് എങ്ങനെയും ബാർസ സെറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എന്താവുമെന്ന്. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും. ബൈ.